അതിരപ്പള്ളി വെച്ചിലപ്പാറയ്ക്ക് സമീപമുള്ള അങ്കണവാടിയിലാണ് ഇപ്പോൾ തീറ്റ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വിക്രം എന്ന കുങ്കിയാനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഏകദേശം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വയനാട് നൂൽപ്പുഴയിൽ ഒരു മാനു എന്ന വ്യക്തി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ആ സമയത്ത് ഈ കാട്ടാനകളെല്ലാം കാട്ടിലേക്ക് തുരത്താനായി ഈ വിക്രം എന്ന കുങ്കിയാനെയാണ് തിരഞ്ഞെടുത്തത്. അത്രയ്ക്ക് പരിചയ സമ്പത്തുള്ള കുങ്കിയാനെയാണ് ഈ വിക്രം. അവനെയാണ് ഈ ഒരു ദൗത്യത്തിനായിട്ട് ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ആന മാത്രമല്ല ഉള്ളത്, മറ്റ് 2 കുങ്കിയാനകൾ കൂടി ഇനി എത്താനുണ്ട്. ഈ 3 കുങ്കിയാനകളും എത്തുന്നത് മുത്തങ്ങയിൽ നിന്നാണ് എത്തുന്നത്. ഭരതും സുരേന്ദ്രനും എന്നു പേരുള്ള കുങ്കിയാനകൾ ഇന്ന് വൈകിട്ടോടു കൂടിയോ നാളെ രാവിലത്തേന് കൂടിയോ ഇപ്പോൾ വെറ്റിലപ്പാറയിൽ എത്തുന്നതാണ്. അതിനുശേഷമായിരിക്കും ഈ ദൗത്യം യഥാർത്ഥത്തിൽ ആരംഭിക്കുക. ഇപ്പോൾ ഈ വിക്രം എന്ന കുങ്കിയാന അത് മസ്തകത്തിൽ മുറിവേറ്റ ആനയെ നമ്മൾ നിരീക്ഷിച്ച് അത് ഏത് സ്ഥലത്താണ് നിലയുറപ്പിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ശേഷം ഇന്ന് പൂർണ്ണമായി ഈ കുങ്കിയാന വിക്രം മസ്തകത്തിൽ മുറിവേറ്റ ആന കൊമ്പനെ നിരീക്ഷിക്കും. അതിനുശേഷം നാളെ മറ്റ് 2 കുങ്കിയാനകൾ കൂടി എത്തിയതിനു ശേഷമായിരിക്കും യഥാർത്ഥത്തിൽ ദൗത്യം ആരംഭിക്കുക. ഇപ്പോൾ ദൗത്യം ആരംഭിക്കുക. ഇന്നിപ്പോൾ ഒരു കുങ്കിയാന എത്തിയിട്ടുണ്ട്, വിക്രം എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വിക്രമിന്റെ കൂട്ടാളികളായ 2 പേർ കൂടി എത്തണം. അതിനുശേഷം ദൗത്യത്തിലേക്ക് കടക്കാനാണ് വനം വകുപ്പിന്റെ നീക്കവും. നമ്മൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഉണ്ടായ ഒരു അപകട വാർത്ത നൽകിയിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. ഒരു ഫുഡ് ഡെലിവറി ആപ്പിന്റെ ഏജന്റായ ഒരു യുവാവ് ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഒരു കാനയിൽ വീണ് മരിച്ച ഒരു വാർത്ത. അത് അവരുടെ ഈ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ചേവരമ്പലത്ത് ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി എടുത്ത കുഴിയിൽ വീണ് മരിച്ച രഞ്ജിത്തിന്റെ കുടുംബത്തിനെ തിരിഞ്ഞു നോക്കാതെ സർക്കാർ. രഞ്ജിത്ത് മരിച്ച് 2 ആഴ്ച കഴിഞ്ഞിട്ടും കുടുംബത്തിന്റെ മൊഴിയെടുക്കാൻ പോലീസും എത്തിയില്ല. നീതി ആവശ്യപ്പെട്ട കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ്. ചേവരമ്പലത്തിലെ കുഴിയിൽ വീണ് രഞ്ജിത്ത് മരിച്ചിട്ട് 2 ആഴ്ചയാവുന്നു. സ്വാതന്ത്ര്യമാകേണ്ട സർക്കാർ സംവിധാനങ്ങൾ പ്രിയയെയും 5 വയസ്സുകാരി ഐതികയെയും തിരിഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷേ മുഖ്യമന്ത്രിയെ കാണാൻ പ്രിയ ഇന്നലെ കോഴിക്കോട്ടേക്ക് വന്നു. എന്നാൽ കാണാൻ സാധിച്ചില്ല. രഞ്ജിത്തിന് നീതി വേണമെന്നാവശ്യപ്പെട്ടുള്ള പരാതി മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിനെ ഏൽപ്പിച്ചു മടങ്ങി. NHAയുടെയും പോലീസിനെയും അനാസ്ഥ ചൂണ്ടിക്കാട്ടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ളതാണ് പരാതി. അടിയന്തരമായ ഇടപെടൽ വേണം. കാരണം ആരും വന്നില്ല. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ അതോറിറ്റീൻ്റെ ഭാഗത്തുനിന്നൊന്നും ആരും അതിൻ്റെ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പം ഇന്ന് CM കോഴിക്കോട് ഉണ്ടെന്ന് കണ്ടപ്പോൾ വേഗം ഒരു പരാതിയായിട്ട് വന്നത്. രഞ്ജിത്ത് കുഴിയിൽ വീണ് മരിച്ചത് അയാളുടെ വീഴ്ച കൊണ്ടല്ല, കുഴിയൊരുക്കിയവരുടെ അനാസ്ഥ കൊണ്ടാണെന്ന് നേരത്തെയും പറഞ്ഞതാണ്. പക്ഷെ കാണേണ്ടവർ കണ്ടില്ല. വീണ്ടും ആവർത്തിക്കട്ടെ, നിയമത്തിന്റെ നൂലാമാലകളോ വാഗ്ദാനങ്ങളുടെ കെട്ടുറപ്പില്ലായ്മയോ ആ കുടുംബത്തിന് വേണ്ട. പോയ ആൾക്ക് ഒന്നും പരിഹാരവുമാകില്ല. പക്ഷെ അർഹതപ്പെട്ട സഹായം താങ്ങായും തണലായും വേണം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയിൽ ആ കുടുംബത്തിന് പ്രതീക്ഷയുണ്ട്. അനന്തു രാമചന്ദ്രൻ, മനോരമ ന്യൂസ്, കോഴിക്കോട്. തീർച്ചയായിട്ടും അനന്തു പറഞ്ഞതുപോലെ തന്നെ പോയ ആൾക്കൊന്നും പകരമാകില്ല. പക്ഷേ ആ കുടുംബത്തിന് മുന്നോട്ട് ജീവിക്കണം. ചെറിയ കുട്ടിയാണ്, ഭാര്യയുണ്ട്, അമ്മയുണ്ട്. ആ കുടുംബത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ സഹായം കൂടിയേ തീരുകയുള്ളൂ. കൃത്യമായി അന്ന് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് അനന്തു. ദേശീയപാതയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച, പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച. ഒരുപക്ഷെ ഒരു ബാരിക്കേഡ് അവിടെ വെച്ചിരുന്നെങ്കിൽ ഈ ജീവൻ ഇങ്ങനെ നഷ്ടപ്പെടില്ലായിരുന്നു. ഈ ജീവൻ മാത്രമല്ല, അതേ സ്ഥലത്ത് ഇതിനു മുൻപ് മറ്റൊരാൾ പരിക്കേറ്റ് മരണശയ്യയിൽ തന്നെ കിടക്കുന്ന അവസ്ഥയിലുള്ള വാർത്തകളും നമ്മൾ അന്ന് നൽകിയതാണ്. അപ്പോൾ എന്താണ് നിലവിൽ ഇവർക്ക് ഒരു സഹായം ലഭിക്കാനുള്ള തടസ്സം? എന്തുകൊണ്ടാണ് ഈ അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോകാത്തത്, ഇവരുടെ മൊഴിയെടുക്കാത്തത്? ബിഞ്ചു, ഫെബ്രുവരി 3-ാം തീയതി ഏകദേശം ഈ സമയമാണ് ഈ വാർത്ത ഞാൻ ബിഞ്ചുവിനോട് തന്നെയാണ് ഫോണിൽ ആദ്യം സംസാരിക്കുന്നത്. ആ സമയത്ത് നമുക്ക് രഞ്ജിത്താണ് മരിച്ചതെന്നോ ഈ മരണകാരണം എന്താണെന്നോ അറിയില്ലായിരുന്നു. പിന്നീടാണ് രഞ്ജിത്തിൻ്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നതും അവിടുത്തെ അപകടത്തിൻ്റെ തീവ്രത എത്രത്തോളമാണെന്ന് വ്യക്തമാവുകയും ചെയ്തത്. നമ്മൾ പ്രിയയും ഐതിഹ്യം ഒക്കെ അവരുടെ വീട്ടിൽ പോയി കണ്ടതാണ്. അതിന് ഒപ്പം തന്നെ അതിനിടയിൽ ആ കുഴിയിൽ വീണ് പരിക്കേറ്റ് ഇപ്പോൾ ജീവിതം തകർന്നു ജീവിക്കുന്ന മനുഷ്യനെ നമ്മൾ ബിഞ്ചു സൂചിപ്പിച്ച പോലെ തന്നെ കാണിച്ചതാണ്. ഇതുവരെ ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായി ഒരു പ്രതിനിധി മേയറൊക്കെ അവിടെ എത്തിയിരുന്നു. അതിനപ്പുറത്തേക്ക് ഒരു പോലീസുകാരൻ മൊഴിയെടുക്കാൻ ആ വീട്ടിലെത്തിയില്ല എന്ന് പറയുമ്പോഴാണ് ബിഞ്ചു കഷ്ടമെന്ന് പറയുന്നത്. ഈ രഞ്ജിത്തിന് ബാഗ് തിരിച്ചെടുക്കാനായി പോലീസ് സ്റ്റേഷനിലേക്ക് കുടുംബം പോകുമ്പോൾ ഞങ്ങൾ വന്നേക്കാം, ഞങ്ങൾ മൊഴിയെടുക്കും എന്നൊരു മറുപടിയാണ്. FIR രജിസ്റ്റർ ചെയ്തപ്പോഴും പ്രിയ പറയുന്നത് ഒരു അപകട മരണം എന്നതിനപ്പുറത്തേക്ക് ആ റോഡിൻ്റെ അനാസ്ഥ പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നൊരു സംവിധാനമുണ്ട്. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇടപെടുകയും നഷ്ടപരിഹാരം ചെയ്യുകയും ചെയ്യുന്നതാണ്. തിരിഞ്ഞു നോക്കിയിട്ടില്ല. നമ്മുടെ മന്ത്രിമാർ, 2 മന്ത്രിമാർ എല്ലാ ആഴ്ചയും വന്നു പോകുന്നൊരു ജില്ലയാണ് കോഴിക്കോട്. അവർക്കും അവിടെ തിരിഞ്ഞു നോക്കാൻ സമയം കിട്ടിയില്ല. ഇന്നലെ മുഖ്യമന്ത്രിയും ഈ ജില്ലയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് പോകാൻ സമയം ഉണ്ടായി കാണില്ല.
പക്ഷേ പ്രിയ അവരുടെ ആവശ്യമാണല്ലോ, അവരുടെ ഭർത്താവിന് നീതി വേണം, ആ കുഞ്ഞിന് ജീവിക്കണം, അവർക്കൊരു സാമ്പത്തിക സുരക്ഷിതത്വം വേണം. ഇന്നലെ കോഴിക്കോട്ടെ പരിപാടിയിൽ മുഖ്യമന്ത്രിയെ കാണാൻ വന്നപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ സാധിച്ചില്ല. അവിടെ അദ്ദേഹത്തിന് തിരക്കായിരിക്കുക. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിന് പരാതി കൊടുത്തു. പ്രിയ മടങ്ങി. പരാതിയിൽ പറഞ്ഞ കാര്യം NHAയുടെ അലംഭാവം, പോലീസിൻ്റെ അലംഭാവം. പോലീസ് മന്ത്രിക്കാണ് ആ കത്ത് നൽകിയിരിക്കുന്നത് പരാതിയുടെ രൂപത്തിൽ. അവർക്ക് സഹായം വേണം, ഒരു ജോലി, ഒരു താങ്ങായി. ആ കുടുംബത്തെ നമ്മൾ പോയി കണ്ടതാണ്. ഇനി മുന്നോട്ട് എങ്ങനെ ജീവിക്കുമെന്ന ചോദ്യത്തിന് മറുപടിയില്ല. ഏതായാലും കഷ്ടമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ച പോലെ മുഖ്യമന്ത്രി അവർക്ക് പ്രതീക്ഷയുണ്ട്. അദ്ദേഹത്തിൻ്റെ കണ്ണ് ആ കുടുംബത്തിലേക്ക് പതിയട്ടെ എന്ന് ഈ വാർത്തയിലൂടെ നമുക്ക് പ്രത്യാക്ഷിക്കാം. ബിഞ്ചു. തീർച്ചയായിട്ടും ആനന്ദു, അതായത് മുഖ്യമന്ത്രിയെ കാണാൻ ആ കുടുംബം ശ്രമിച്ചതാണ്, പക്ഷേ കാണാൻ കഴിഞ്ഞിട്ടില്ല. അവർ പരാതി നൽകിയിട്ടുണ്ട്. ഈ വാർത്ത കേൾക്കുമ്പോഴെങ്കിലും അവർക്ക് വേണ്ട പരിഗണന കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഒപ്പം ഇതോടൊപ്പം അന്വേഷണം, അതുമായി പോലീസ് മുന്നോട്ട് പോകണം, അതിന് ആർജവം കാണിക്കണം. ഇനി ഇത്തരത്തിൽ ആ ഭാഗത്തെങ്കിലും ഒരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാവുകയും വേണം. ചെറിയൊരിടവേള, വേഗം മടങ്ങിയെത്താം. മനോരമ ന്യൂസ് ചോദിക്കാനും